നമസ്കാരം. തന്ത്രി കുടുംബത്തെ കുടുക്കിയതാര്? ഇനി അഥവാ ഈ വിവാദത്തിൽപ്പെട്ടവരെല്ലാം ഇരകളോ? ഇത് പറയാൻ കാരണം ആദ്യം മോഹനര്, ഇപ്പോൾ രാജീവര്. കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള തന്ത്രി കുടുംബത്തിൽ നിന്ന് വിവാദത്തിലാകുന്ന രണ്ടാമത്തെയാളാണ് കണ്ഠരര് രാജീവര്. താഴമൺ കുടുംബം കരുത്താർജിച്ചത് സത്യത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ശബരിമല ക്ഷേത്രവും വഴിയുള്ള അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ അവർ കരുത്താർജിച്ചത് ശബരിമലയിലുണ്ടായ തീപിടുത്തത്തോടെയാണ്. പക്ഷെ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നതും ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണ്, ആ ക്ഷേത്രം വഴിയാണ്. താഴമൺ കുടുംബത്തിലെ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതോടെ വിവാദത്തിലാകുന്ന രണ്ടാമത്തെയാളായി മാറുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ താന്ത്രിക അവകാശവും ഇപ്പോൾ ഇനി ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. 20 വർഷം മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ശോഭാ ജോണുമായുള്ള ബന്ധത്തിലാണ് വിവാദത്തിലായ കണ്ഠരര് മോഹനരെ ശബരിമല താന്ത്രിക സംവിധാനത്തിൽ നിന്ന് നീക്കിയത്. ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനത്താണ് തന്ത്രി എന്നാണ് സങ്കല്പം. ആ നിലയ്ക്കുള്ള ആദരം വിശ്വാസികൾ താഴമൺ കുടുംബത്തിലെ തന്ത്രിമാർക്ക് നൽകി വരികയും ചെയ്യുന്നുണ്ട്. ഭക്തരുടെ ആ വികാരത്തിനാണ് വീണ്ടും മങ്ങലേറ്റത് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലൂടെ. 2006 താഴമൺ കുടുംബത്തിലെ തന്ത്രി കണ്ഠരര് മോഹനര് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ശോഭാ ജോണുമായുള്ള ബന്ധത്തിൽ വിവാദത്തിലാകുകയായിരുന്നു. അന്ന് വാദിസ്ഥാനത്തായിരുന്നു മോഹനര്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ശോഭാ ജോണും ബച്ചു റഹ്മാനും ഉൾപ്പെടെ 11 പേരായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ശോഭാ ജോൺ ഉൾപ്പെടെയുള്ളവർ ജയിലിലുമായി. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ ചോദ്യങ്ങളിൽ നിന്ന് മോഹനർക്ക് വേദമോ സംസ്കൃതമോ ഭാഗ്യസൂക്തം പോലുമോ അറിയില്ല എന്ന് വ്യക്തമായതും വലിയ നാണക്കേടായി മാറി. പിന്നെ ശബരിമലയിൽ തന്ത്രിയായിട്ട് മോഹനരെ കണ്ടിട്ടേയില്ല. അടുത്തിടെ അദ്ദേഹത്തെ കണ്ടത് അയ്യപ്പ സംഗമ വേദിയിലും പന്തളത്തെ ബദൽ സംഗമ വേദിയിലുമായിരുന്നു. അപ്പോൾ ഇതിനുശേഷം മോഹനരെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മോഹനർ നേരിട്ടതിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ള നടപടിയാണ് രാജീവർ ഇപ്പോൾ നേരിടുന്നത്. സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഉറ്റബന്ധം തെളിഞ്ഞതോടെയാണ് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതായത് അയ്യപ്പന്റെ പിതൃസ്ഥാനത്തുള്ള ആളാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നർത്ഥം. സ്വർണക്കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടോ എന്നൊക്കെ ഇനി തെളിയേണ്ടിയിരിക്കുന്നു. കേസിൽ വെറുതെ വിട്ടാലും രാജീവരെ ഇനി ശബരിമലയിൽ പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. മോഹനരുടെ മകൻ മഹേഷ് മോഹനാണ് ഇപ്പോൾ ശബരിമല തന്ത്രി. രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തനും കഴിഞ്ഞ വർഷം തന്ത്രിയുടെ ചുമതല ഏറ്റിരുന്നു. ശബരിമല തന്ത്രം കയ്യിൽ വന്നതോടെയാണ് താഴമൺ കുടുംബം കേരളത്തിലെ ഏറ്റവും പ്രബലരായ താന്ത്രിക കുടുംബമായിട്ട് മാറിയത്. അതിന് വഴിവെച്ചത് 1902 ശബരിമല തീപിടുത്തു. മകര സംക്രമ ദിനത്തിലാണ് പുല്ലുമേഞ്ഞ ശ്രീകോവിലിന് തീപിടിച്ചത്. തിരുവാഭരണങ്ങൾ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റിയിരുന്നു. അന്ന് വിഗ്രഹം മേൽശാന്തി എടുത്തു മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. എല്ലാം കത്തിയമർന്നുവെങ്കിലും വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. മുൻപ് കേരളത്തിലെ പ്രബല തന്ത്രി കുടുംബങ്ങൾ അടക്കം ശബരിമല തന്ത്രം വഹിച്ചിരുന്നു എന്നാണ് വിവരം. ഘോരവനത്തിലെ ക്ഷേത്രം, തന്ത്രത്തിന് പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത കാലം, അങ്ങനെ പലരും കൈയൊഴിഞ്ഞു. കുടുംബക്കാവിലെ ചടങ്ങുകൾ നടത്താൻ കുടുംബങ്ങളിൽ ആളില്ലാത്ത കാലം, പല കാവുകളും ക്ഷേത്രങ്ങളാക്കിയപ്പോൾ താഴമൺ കുടുംബം തന്ത്രം ഏറ്റെടുക്കുകയായിരുന്നു. 1902 കത്തി നശിച്ച ക്ഷേത്രം പുനർനിർമ്മിച്ച് 1910 പ്രതിഷ്ഠ നടത്തി. താഴമൺ കുടുംബത്തിലെ കണ്ഠരര് പ്രഭാകരരായിരുന്നു അന്ന് പ്രതിഷ്ഠ നടത്തിയത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ക്ഷണപ്രകാരം അങ്ങനെയാണ് താഴമൺ കുടുംബം ശബരിമലയുടെ തന്ത്രത്തിലേക്ക് വരുന്നത്. 1950 വീണ്ടും ക്ഷേത്രം കത്തി നശിച്ചു. 1951 ഇന്നു കാണുന്ന പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് കണ്ഠരര് ശങ്കരരായിരുന്നു. 2 പ്രതിഷ്ഠ നടത്തിയതോടെ താഴമൺ കുടുംബം പൂർണ്ണ തന്ത്ര അധികാരികളായി മാറി. 1951 ശേഷമാണ് ഇന്നു കാണുന്ന വിധത്തിലേക്ക് തിരക്കേറി വന്നതും താഴമൺ കുടുംബം നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വളർന്നതും. കേവലം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിലൂടെ മാത്രം താഴമൺ കുടുംബത്തെ നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. എങ്കിലും 1951 തീപിടുത്തവും അതിനുശേഷം ഉണ്ടായിരുന്ന താഴമൺ കുടുംബത്തിന്റെ വളർച്ചയും വല്ലാത്ത അപ്രമാദിത്വവും അത് ശബരിമലയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കണ്ഠരര് മഹേശ്വരര്, കണ്ഠരര് മോഹനര്, കണ്ഠരര് രാജീവര് അടക്കമുള്ളവർ അതിനുശേഷം അവിടുത്തെ തന്ത്രിമാരായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ശബരിമല പോലൊരു സ്ഥലത്ത് ഇത്രയും
വല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ശബരിമലയിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ്. ആ തിരക്കിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിനോ മറ്റുള്ള സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ പണം കുന്നുകൂടുന്നതിനും കുമിഞ്ഞു കൂടുന്നതിനും യാതൊരു കണക്കുമില്ലാത്ത അവസ്ഥയാണ് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് ഈ സംസ്ഥാനത്ത് നിന്നുള്ള അന്യ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ഒരിടമായിട്ട് ശബരിമല മാറി. അത്തരത്തിൽ ശബരിമലയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് നാൾക്കുനാൾ വല്ലാതെ വളർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ അതിന്റെ നടത്തിപ്പവകാശത്തിലേക്ക് എത്തി. അപ്പോഴും താന്ത്രിക അവകാശം എന്ന് പറയപ്പെടുന്നത് താഴമൺ കുടുംബത്തിന് സ്വത്തായി മാറുകയും ചെയ്തു. പക്ഷെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നവർ പോലും അവിടുത്തെ മെമ്പർമാരാവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ആൾക്കാരാകട്ടെ, ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇതിനുള്ളിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റിയാൽ മതി എന്ന് ചിന്തിക്കുന്ന എന്ന അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രം പടർന്ന് പന്തലിച്ചു. അത്രത്തോളം വലിയ തിരക്കായി, പണത്തിന്റെ ഒഴുക്കായി, ഒപ്പം തന്നെ സ്വർണവും പണവും കൊണ്ട് മൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ശബരിമല എത്തി. അപ്പോൾ എന്തും അവിടെ നിന്ന് അടിച്ചു മാറ്റി പോകാമെന്ന് പറയപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ ഇവിടെ കേവലം ഒരു ചെറിയ ഓണറേറിയത്തിന് വേണ്ടിയല്ല ദേവസ്വം ബോർഡുകളിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ ഇടിച്ചു കയറുന്നത് എന്നുള്ളത് ശ്രീ ബി അശോക് IAS പറഞ്ഞപ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വത്തിന്റെ നടത്തിപ്പിൽ കണ്ണുവെച്ച് തന്നെയാണ് ഇവരെല്ലാവരും ഇതിനകത്തേക്ക് വലിഞ്ഞു കയറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ സ്വത്തിന്റെ നടത്തിപ്പിൽ കണ്ണുവെക്കുന്നു, അവിടുത്തെ വസ്തുവകകൾ കണ്ണുവെക്കുന്നു, അവിടെ ലഭിക്കുന്ന പണത്തിൽ കണ്ണുവെക്കുന്നു. അപ്പോൾ ഇതിന്റെ വസ്തുത നാം കാണാതെ പോകരുത്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ നടത്തിപ്പവകാശം ഇപ്പോൾ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിലേക്കും തന്ത്രിയിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇത്തരം 3 പേരിലേക്ക് ഒതുങ്ങുമ്പോൾ അഴിമതി കഥകൾ എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ലേ? അപ്പോൾ ഈ രീതിക്ക് മാറ്റം വന്നാൽ മാത്രമേ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനാകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. അഴിമതി തടയണമെന്ന് ഭരണ നേതൃത്വം പറയുമ്പോഴും പല നിയമനിർമ്മാണങ്ങളിലും അതിനുള്ള പഴുതുകൾ പകൽ പോലെ വ്യക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ശബരിമല സന്ദർശിച്ച ഭക്തരടക്കമുള്ളവർക്ക് അറിയാം അവിടുത്തെ പണത്തിന്റെ ഒരു ഒഴുക്കും, അവിടെ വരുന്ന അല്ലെങ്കിൽ ഭഗവാന് മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന കാണിക്കകളുടെയും സ്വർണത്തിന്റെയും ഒരു ഒഴുക്കും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ആ ശബരിമലയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പണം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്ന, അവിടുത്തെ ഈ പറയുന്ന പോലെ 4 കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കിടക്കുന്ന പണം പോലും അടിച്ചു മാറ്റുന്നവന്മാരുടെ നാടായി അത് മാറി. അപ്പോൾ ഭരണ നേതൃത്വം പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് അഴിമതി തടയണമെന്നാണ്. അഴിമതി എങ്ങനെ അവിടെ തടയാൻ കഴിയും? കുത്തി ഒഴുക്കുകയാണ് അവിടെ പണം. ഒരു കണക്കുമില്ലാതെ പോകുന്ന ഒരു ദേവസ്വം ബോർഡ്, കണക്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാതിരിക്കുന്ന ഒരു ഭരണ സംവിധാനം, എങ്ങനെയും കൈയിട്ട് വാരണമെന്ന് മാത്രം ലക്ഷ്യം വെച്ച് അവിടെ എത്തപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരും മെമ്പർമാരും അടക്കമുള്ളവർ, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രി, ഇപ്പോ അവിടുത്തെ തന്ത്രി, കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള പോറ്റിമാരടക്കമുള്ളവർ എല്ലാം കണക്കാം. ഒരുത്തനെയും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ശബരിമല. അത്രയും ഗതികേടിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ ഭരണസാരഥികൾക്ക് കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അത്തരത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയാണോ ഒരു ദേവസ്വം സംവിധാനത്തിന്, ദേവസ്വം ബോർഡിനെ, ദേവസ്ഥാനത്തെ എത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് വിശ്വാസികളടക്കം ചോദിക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ രാജീവരോ അല്ലെങ്കിൽ മുൻപ് കണ്ഠരരോ മോഹനരോ ഒക്കെ ആരായിക്കോട്ടെ, ആരാണെങ്കിലും ഇവരുടെ കൈകളിലേക്ക് ഇവിടുത്തെ അധികാരം എത്തപ്പെട്ടതാണ് അവരെ ദൈവതുല്യരാക്കി മാറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ഭക്തജനങ്ങൾ ഈ പറയുന്ന തന്ത്രികളോട് കാൽ തൊട്ട് തൊഴുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുമ്പോൾ സ്വയം അവർ അയ്യപ്പനായി മാറുകയും സ്വയം അവർ ദൈവങ്ങളായി മാറുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടപ്പോഴാണ് ഇവർക്ക് അഹങ്കാരം വർദ്ധിച്ചത്. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഈ പറയുന്ന പോലെ അവരിൽ മാത്രം ഒതുങ്ങുന്നതാണ് അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കും തന്ത്രി കുടുംബം എത്തിയപ്പോൾ ആയിരിക്കണം ഇവർക്ക് വിവാദങ്ങളിൽ പെടുവാൻ മാത്രം ഇടയുണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം മോഹൻ്റെ ആണെങ്കിൽ അത് വേറൊരു വിഷയമായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്തിയിരിക്കുന്ന തന്ത്രി രാജീവരുടെ കുടുങ്ങിയതൊരു വല്ലാത്ത കുടുക്കായി പോയി. എല്ലാം അറിഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ സ്വർണ്ണമടക്കം അടിച്ചു മാറ്റണമെന്നുള്ള മറ്റുള്ളവരുടെ ഗൂഢാലോചനയിൽ പോലും ഇദ്ദേഹം പങ്കാളിയായി പോകുന്നുണ്ട് എങ്കിൽ എന്തുമാത്രം വൃത്തികെട്ട മനസ്സിന് ഉടമസ്ഥരായിരിക്കണം ഇവരെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
നീ ഇതല്ല ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുണ്ടെങ്കിൽ ആ കുടുക്കിയവരുടെ ലക്ഷ്യമെന്ന എന്താണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വിവാദങ്ങളിൽപ്പെട്ട് പോയ ഇവർ ഇരകൾ മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ ഇവരും വേട്ടക്കാരുടെ മുഖമുള്ളവരാണോ എന്ന് തിരിച്ചറിയപ്പെടേണ്ടത് അനിവാര്യതയാണ്, അത്യാവശ്യമാണ്. ഈ അന്വേഷണം അവസാനിക്കപ്പെടുമ്പോൾ ജയിലിൽ കിടക്കുന്ന ഇവരിൽ എത്ര പേർ നിരപരാധികളാണ് എന്നും പുറത്തു നിൽക്കുന്നവർ എത്ര പേർ അപരാധികളുണ്ട് എന്നും തിരിച്ചറിയിക്കണം.